ഹലോ ആൾ, വെൽക്കം ടു സ്കൂൾ ഗുരു ലേണിംഗ് ആപ്പ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഫോർമേഷൻ ഓഫ് ഇമേജ് ഇൻ എ പ്ലെയിൻ മിറർ പറഞ്ഞു അല്ലേ. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. Spherical mirrors are of two types. One is concave mirror and the another one is convex mirror. നോക്കൂ മക്കളെ, അപ്പോൾ കോൺകേവ് മിററിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, ഒരു കോൺവെക്സ് മിററിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? എക്സാമിന് ചിലപ്പോൾ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. എന്താ കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കടാ, കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എ സ്ഫെറിക്കൽ മിറർ ഹൂസ് റിഫ്ലെക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവാർഡ്സ്. ഉള്ളിലേക്കുള്ള ഭാഗം. ഞാനിവിടെ ഒരു കോൺകേവ് മിറർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സർഫസുകൾ ഉണ്ട് അല്ലേ, മിററിന് രണ്ട് സർഫസുകൾ ഉണ്ട്. പ്ലെയിൻ മിറർ ആണെങ്കിലും സ്ഫെറിക്കൽ മിറർ ആണെങ്കിലും എന്തുണ്ട്? രണ്ട് സർഫസുകൾ ഉണ്ട്. അപ്പം ഒരു ഭാഗം എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഒരു ഭാഗം സ്മൂത്ത് ആയിരിക്കും, മറ്റേ ഭാഗം എന്തായിരിക്കും? റഫ് സർഫസ് ആയിരിക്കും. സോ നമ്മൾ ഏത് ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും നോക്കിയിട്ടാണ് നമ്മൾ എന്താ അറിയാം, ഏത് മിററാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സോ ഇവിടെ ഞാൻ മിറർ കൊടുത്തിട്ടുണ്ട്. നോക്ക്, ഇത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ ഞാൻ പറഞ്ഞു എന്ത്? The reflecting surface is curved inwards. ഉള്ളിലേക്ക് കർവ് ചെയ്യുന്ന ഭാഗം എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, ഇങ്ങനെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യാണ്. നോക്കടാ, ഇങ്ങനെ ലൈറ്റ് റേ പാസ് ചെയ്താൽ നമുക്കറിയാം എന്ത് ചെയ്യും? സർഫസിൽ തട്ടിയാൽ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. നോക്ക, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് കൺവേർജ് അല്ലേ. എല്ലാ റേയും എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് മീറ്റ്സ് അറ്റ് എ പോയിന്റ്, ആൻഡ് ദിസ് പോയിന്റ് ഈസ് കോൾഡ് ഫോക്കസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഓർ എ കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരുപാട് റേസ് വരുന്നുണ്ട്. ആ റേസ് എല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ മീറ്റ് അറ്റ് എ പോയിന്റ് ആൻഡ് ദ പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. അപ്പൊ ഇവിടെ എന്താ കൊടുത്തത്? കോൺകേവ് മിററിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഈസ് എ സ്ഫെറിക്കൽ മിറർ ഹൂസ് റിഫ്ലെക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. Rays of light parallel to the principal axis after reflection from a concave mirror meet at a point converge on the principal axis. അപ്പോൾ എന്താ പറഞ്ഞത്? ഇതാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ ഇവരെല്ലാം കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. ആ പോയിന്റിനെ ഞാൻ എന്ത് വിളിച്ചു? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിച്ചു കോൺകേവ് മിററിന്റെ. സോ കോൺകേവ് മിറർ എന്താന്ന് പറഞ്ഞു, അതിന്റെ ഫോക്കസ് എന്താന്ന് പറഞ്ഞു. സോ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാണ്. ആൻഡ് ദ സെക്കൻഡ് മിറർ, സെക്കൻഡ് സ്ഫെറിക്കൽ മിറർ ഈസ് കോൺവെക്സ് മിറർ. നമ്മൾ ഫസ്റ്റ് പഠിച്ചതിന്റെ നേരെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഏതായിരുന്നു? ഉള്ളിലേക്ക് കുഴിഞ്ഞ ഭാഗം. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. അപ്പൊ ഇവിടെയാണെങ്കിലോ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്സ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം, ആ ഭാഗമാണ് റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ദി കോൺവെക്സ് മിറർ. അപ്പൊ ഇവിടെ നോക്കടാ, ഇവിടേക്ക് ലൈസ് പാരലൽ ആയിട്ട് എന്ത് വരികയാണ്? റേസ് വരികയാണ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ഇവർ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് നിന്ന് ഡൈവേർജ് ചെയ്യുന്നു, പോകുന്നു. ആ പോയിന്റിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. അപ്പൊ എന്താ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തത്? ഈസ് എ സ്ഫെറിക്കൽ മിറർ ഹൂസ് റിഫ്ലെക്റ്റിംഗ് സർഫസ് ഈസ് എന്താ? സർഫസ് ഈസ് curved outwards. Rays of light parallel to the principal axis after reflection from a concave mirror get diverged and appear to come from a point behind the mirror. എവിടുന്നാ? മിററിന്റെ ബാക്കിൽ നിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്തു പോകുന്നു. ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിച്ച പേരാണ് എന്താ? പ്രിൻസിപ്പൽ ഫോക്കസ്.
റെഡി അല്ലേ? അപ്പോൾ 2 types ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ആരെ ഡിസ്കസ് ചെയ്തു? കോൺകേവ് മിറർ എന്താന്ന് പറഞ്ഞു അല്ലേ? കോൺകേവ് മിറർ എന്താന്ന് പറഞ്ഞു? ആ കോൺകേവ് മിററിന്റെ ഫോക്കസ് പറഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൺവെക്സ് മിറർ പറഞ്ഞു. കോൺവെക്സ് മിററിന്റെ ഫോക്കസും പറഞ്ഞു ഇല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ പാർട്സ് ഇൻ എ സ്ഫെറിക്കൽ മിറർ. ഒരു സ്ഫെറിക്കൽ മിററിലുള്ള മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നും ഞാൻ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താ? സെന്റർ ഓഫ് കർവേച്ചർ. എന്താ? സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക ഏത് ലെറ്റർ ഉണ്ടാ? ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. ഓക്കെ, എന്താ പറഞ്ഞത്? ഈസ് ദി സെന്റർ ഓഫ് ദി സ്ഫെറിക്കൽ മിറർ which the mirror is apart. which the mirror is apart. Okay അല്ലേ? ആൻഡ് സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്ഫിയർ which is the mirror is apart. ഇവിടെ നോക്കടാ, ഇവിടെ ഞാൻ സി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് വൺ ഈസ് ദി സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ. ആൻഡ് രണ്ടാമത് ഞാൻ പറഞ്ഞ പോയിന്റ്, ദ സെക്കൻഡ് പോയിന്റ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ നോക്കുക, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. സെറ്റ് അല്ലേ? ഓക്കെ. ആൻഡ് ദ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പോൾ. പോൾ ഈസ് ദി സെന്റർ ഓഫ് ദി സ്ഫെറിക്കൽ മിറർ. ഒരു സ്ഫെറിക്കൽ മിററിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയാ? പോൾ എന്ന് പറയാം. ആൻഡ് ദിസ് ഈസ് ദി പോൾ ഓഫ് എ സ്ഫെറിക്കൽ മിറർ. ഞാൻ ഇവിടെ എടുത്തത് കോൺകേവ് ആണ്. കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്, ജസ്റ്റ് ഡയഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. ഓക്കെ അല്ലേ? ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഈസ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്താന്ന് നമുക്ക് അറിയാം അല്ലേ? എന്താ പ്രിൻസിപ്പൽ ആക്സിസ്? ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. അപ്പൊ ഏതേക്കും? ഈ ഒരു ലൈൻ അല്ലേ? This line is called the principal axis. And next point എന്താ? Principal focus. Principal focus നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസ് എന്താന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ഏതായിരിക്കും ഇവിടെ? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ദി പോൾ ഈസ് കാൾഡ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്തിന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക സ്മോൾ എഫ് ആണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്, സ്മോൾ എഫ് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. സോ ഇവിടെ നോക്കടാ, ദ റിലേഷൻ കണക്ടിങ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് പറയാൻ പറ്റൂലേ? പറ്റും. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ദി ട്വൈസ് ഓഫ് ദി ഫോക്കൽ ലെങ്ത് അല്ലേ? അല്ലെങ്കിലോ ദ ഫോക്കൽ ലെങ്ത് ഈസ് ദി ഹാഫ് ഓഫ് ദി റേഡിയസ്. രണ്ട് രീതിയിലും നമുക്ക് പറയാം ഇല്ലേ? ഇതാണ് ഫോക്കൽ ലെങ്ത്, ഇതിന്റെ ഡബിൾ അല്ലേ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ നമുക്ക് പറയാം റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ് എന്ത്? ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, നൊട്ടേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? സ്ഫെറിക്കൽ മിറർ എന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, വളരെ ചെറിയ ടോപ്പിക് മാത്രമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ലോ കാര്യങ്ങളാണ്. ഫോർമേഷൻ ഓഫ് ഇമേജ് നമുക്ക് അറിയണമെങ്കിൽ അതിനു മുമ്പ് കുറച്ച് ലോ പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? സോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.